നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു വർത്തമാനം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, ഇന്നേക്ക് ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഫിനാൻഷ്യൽ ഗൈഡ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്. നമസ്കാരം, ഞാൻ അഭിലാഷ് നായർ. ഫിനാൻഷ്യൽ ഗൈഡ് എന്ന പേരിൽ ഒരു പുതിയ യൂട്യൂബ് ചാനലുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2023 ഡിസംബർ 8-ാം തീയതിയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഗൈഡിൽ ആദ്യ വീഡിയോ ചെയ്തത്. ഇപ്പം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു വർഷം നമ്മൾ പൂർത്തിയാകുകയാണ്. സംരംഭങ്ങളും സംരംഭകരും അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളും നിങ്ങളുമായി പങ്കുവെക്കാനും അറിയിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഫിനാൻഷ്യൽ ഗൈഡ് എന്ന പേരിൽ ഈ ചാനൽ തുടങ്ങിയത്. അത് നമ്മൾ ഇതുവരെ ഈ ഒരു വർഷം നമ്മളത് കൃത്യമായി പാലിച്ചു പോന്നിട്ടുണ്ട്. ചാനൽ തുടങ്ങി ഏതാണ്ട് ഒരു 5-6 മാസത്തിനുള്ളിൽ തന്നെ നമുക്കറിയാം, യൂട്യൂബ് ചാനലിൽ വരുമാനം കിട്ടി തുടങ്ങണമെങ്കിൽ ചാനൽ മോണിറ്റൈസ് ആകുക എന്നൊരു പ്രക്രിയയുണ്ട്. 5-6 മാസത്തിനുള്ളിൽ തന്നെ ചാനൽ തുടങ്ങി ആദ്യ വീഡിയോ ചെയ്ത് 5-6 മാസത്തിനുള്ളിൽ തന്നെ ചാനൽ മോണിറ്റൈസ് ആക്കാൻ കഴിഞ്ഞു. മുണ്ടക്കയം ശബരിമല റോഡിൽ ആനക്കുളം ബസ് സ്റ്റോപ്പിലാണ്. നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ സൺഡേ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിലാഷ് നായർ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ മുമ്പിലാണ്. ചാനൽ മോണിറ്റൈസ് ആയതിനു ശേഷം അടുത്ത കടമ്പ നമുക്ക് യൂട്യൂബ് വരുമാനം കിട്ടുക എന്നുള്ളതായിരുന്നു. ഏതാണ്ട് ഒക്ടോബർ മാസത്തോടു കൂടി നമുക്ക് ആദ്യ യൂട്യൂബ് വരുമാനം, യൂട്യൂബിൽ നിന്നുള്ള ആദ്യത്തെ പ്രതിഫലം നമുക്ക് കിട്ടി. നമ്മുടെ അതുവരെയുള്ള കഷ്ടപ്പാടുകൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ പ്രതിഫലമായിരുന്നു അത്. ഇത് ഞങ്ങൾക്ക് നേടാനായതിൽ നിങ്ങൾ സുഹൃത്തുക്കൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നിങ്ങളുടെ സഹായവും സഹകരണവും സന്മനസ്സും ഒന്നുകൊണ്ട് മാത്രമാണ് ചാനൽ വളരെ വേഗം തന്നെ ഏതാണ്ട് 5-6 മാസത്തിനുള്ളിൽ തന്നെ മോണിറ്റൈസ് ആകാനും അത് കഴിഞ്ഞൊരു 2 മാസത്തിനുള്ളിൽ നമുക്ക് ആദ്യ വരുമാനവും കിട്ടാൻ ഞങ്ങളെ അർഹരാക്കിയത് നിങ്ങളുടെ സഹായവും സന്മനസ്സും സഹകരണവും ഒന്ന് മാത്രമാണ്. ഇതിനോടകം 182 വീഡിയോയാണ് ഫിനാൻഷ്യൽ ഗൈഡ് ചാനലിലൂടെ നമ്മൾ നിങ്ങൾക്കായി എത്തിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ സംരംഭങ്ങളുണ്ട്, സംരംഭകരുണ്ട്, അവരുടെ വിശേഷങ്ങളുണ്ട്. അതുകൂടാതെ നമ്മൾ നിത്യജീവിതത്തിൽ, ഞാനും നിങ്ങളും ഒക്കെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സാമ്പത്തിക രംഗത്തെ ഒരുപാട് അറിയിപ്പുകളുണ്ട്. അത് ഇൻഫർമേഷൻ വീഡിയോ ആയി തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്കറിയാം LPG മസ്റ്ററിങ്, ആ വീഡിയോയൊക്കെ സുഹൃത്തുക്കൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. നല്ല രീതിയിൽ അതിനൊക്കെ വ്യൂസ് കിട്ടി, അതിന് പ്രേക്ഷകരത് കണ്ടു സ്വീകരിച്ചു. അതുപോലെ സുഹൃത്തുക്കൾ 2 കൈയും നീട്ടി സ്വീകരിച്ച ഒരു വീഡിയോയാണ് കോട്ടയം പൊൻകുന്നത്തുള്ള നീലാംബരി ഹരിയുടെ പജേറോ സംരംഭകൻ. അദ്ദേഹം പജേറോ മാത്രം വിൽക്കുന്ന, പജേറോ SFX കാറ്റഗറിയിൽ മാത്രമുള്ള വാഹനങ്ങൾ വിൽക്കുന്ന ഒരു സംരംഭകനാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ പുള്ളി ഒരുപാട് വാഹനങ്ങൾ, പജേറോ വാഹനങ്ങൾ മാത്രമായിട്ട് ആവശ്യക്കാർക്ക് വിറ്റു. അങ്ങനെ ഒരു വേറിട്ട സംരംഭകനെ അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ വീഡിയോയും ജനങ്ങൾ ഒരുപാട് സ്വീകരിച്ചു, ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. അതുപോലെ തന്നെയാണ് 916 വെളിച്ചെണ്ണ, അത് ഞങ്ങൾ തമിഴ്നാട്ടിലെ തിരുപ്പൂര് പോയാണ് ചെയ്തത്. ആ വീഡിയോയും സുഹൃത്തുക്കൾ നല്ല മനസ്സോടെ സ്വീകരിച്ചു. പിന്നെ നമുക്കൊക്കെ അറിയാം റോബിൻ ഗിരീഷ് ഏട്ടനെ കുറിച്ച്. അപ്പം അദ്ദേഹത്തെ ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക്, അദ്ദേഹം ഈ മേഖലയിൽ നേരിട്ട പ്രതിസന്ധികളും അദ്ദേഹം നേരിട്ട വേട്ടയാടലുകളും നമുക്കൊക്കെ അറിയാം. അത് ഒരുപാട് വീഡിയോകളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അദ്ദേഹം ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് ആദ്യാവസാനം നേരിട്ട അദ്ദേഹത്തിൻ്റെ സ്ട്രഗ്ലിംഗ് പീരീഡ്, അത് നമ്മൾ 2 എപ്പിസോഡിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. ആ 2 എപ്പിസോഡുകളും സുഹൃത്തുക്കളെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചൊരു വീഡിയോയാണ് സാധാരണക്കാർക്ക് തുടങ്ങാൻ പറ്റുന്ന, ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അവതരിപ്പിച്ച മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ ഔട്ട്ലെറ്റുകൾ കേരളമെമ്പാടും
MPAയുടെ ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ അവർ താല്പര്യപത്രം ക്ഷണിച്ചിരുന്നു. അത് നമ്മളിലൂടെയാണ് പൊതുജനങ്ങൾ അറിഞ്ഞത്. ഒരുപാട് നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് എൻക്വയറി MPAയ്ക്ക് എത്തുകയും അവരിൽ പലരും ആ സംരംഭം തുടങ്ങാനായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി വെക്കുകയും ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് സുഹൃത്തുക്കൾ ഒരുപാട് പേര് കണ്ട് ഷെയർ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു സംസ്ഥാനത്ത് ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് വൈഡ് പെർമിറ്റ് കൊടുക്കാൻ പോകുന്നു എന്നുള്ള. അത് അങ്ങനെ ഒരു ആലോചന നടക്കുന്നു. അതിനായിട്ട് അത് ഒരു തീരുമാനമെടുക്കാനായിട്ട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഒരു യോഗം നടക്കാൻ പോകുന്നു എന്ന ആദ്യം വാർത്ത കൊടുത്ത ഒരു യൂട്യൂബ് ചാനൽ, ഒരുപക്ഷെ മലയാളം ന്യൂസ് ചാനലുകൾ പോലും അത് ചെയ്തിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. എന്തായാലും യൂട്യൂബ് ചാനലുകളിൽ ആദ്യം അങ്ങനെ ഒരു നീക്കം നടക്കുന്നു, അങ്ങനെ ഒരു ആലോചന നടക്കുന്നു, അതിലൊരു തീരുമാനമുണ്ടാകാൻ പോകുന്നു എന്ന് ആദ്യം വീഡിയോ ചെയ്തത് നമ്മളാണ്. അതിന് തൊട്ട് പുറമെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ കാര്യത്തിലൊരു തീരുമാനമുണ്ടായി. സംസ്ഥാനത്തെ ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് വൈഡ് പെർമിറ്റ് കൊടുക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനമുണ്ടായിരുന്നു. ആ വീഡിയോ ഓട്ടോക്കാർ സുഹൃത്തുക്കളും പൊതുജനങ്ങളും ഒക്കെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു. അതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നമുക്കറിയാം, പുതുതായി എന്ത് തുടങ്ങുമ്പോഴും ആദ്യം അതിനൊരു ബാലാരിഷ്ടതകൾ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് ഈ ചാനൽ തുടങ്ങിയപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ വെല്ലുവിളി. ക്ഷമിക്കണം. അന്നും നമുക്കൊപ്പം അടിയുറച്ച് നിന്ന, നമ്മളെ വിശ്വസിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ എന്നൊരു വിശ്വാസത്തിൽ നമുക്കൊപ്പം നിന്ന സബ്സ്ക്രൈബേഴ്സ് അവരിന്നും നമുക്കൊപ്പം തന്നെയുണ്ട്. അവരോട് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. അത് ഈ അവസരത്തിൽ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വർഷത്തിനിടയിൽ പുതുതായി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, അത് നമ്മൾ പറഞ്ഞറിഞ്ഞതിൽ കൂടുതൽ ആളുകൾ ഷെയർ ചെയ്ത് കൊടുത്തും പറഞ്ഞറിഞ്ഞും നമ്മുടെ വീഡിയോസ് കണ്ടും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളുടെ ഈ യാത്രയിൽ ഭാഗമായിട്ടുണ്ട് ഈ ഒരു വർഷത്തിനിടയിൽ. അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ നൽകിയ സഹകരണം തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഈ ഒരു വിവരം, അതായത് നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയതിനു ശേഷം നമ്മുടെ ആദ്യ വരുമാനം കിട്ടിയ വിവരം നിങ്ങളോടല്ലാതെ മറ്റാരോടാ പറയേണ്ടത്? അതിനാണ് അല്പം താമസിച്ചു പോയെങ്കിൽ, ഒരു മാസം താമസിച്ചു നമ്മൾ ഈ വീഡിയോയുമായിട്ട് വരാൻ, ഈ കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കാനായിട്ട്. അത് വ്യക്തിപരമായ മറ്റു ചില അസൗകര്യങ്ങൾ മൂലമാണ് അതിന് കഴിയാതെ പോയത്. എന്തായാലും അത് നിങ്ങളോട് പറഞ്ഞേ മതിയാവുള്ളൂ എന്നൊരു നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പാകെ എത്തിയത്. നന്ദി, നമസ്കാരം.